നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. വിവാദം പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നോട്ടീസിന് മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് 10 പേരാണ് ഹർജിയുമായി കോടതിയിലെത്തിയത്. അടുത്ത മാസം 8-ന് ഹർജി വീണ്ടും പരിഗണിക്കും. മൂന്നാം മോദി സർക്കാരിൽ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേന്ദ്ര സഹമന്ത്രിമാരായി ചുമതലയേറ്റു. കൊല്ലം തീരത്തെ എണ്ണ ഖനന സാധ്യത പരിശോധിക്കുമെന്നും ആരാധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ടൂറിസത്തെ മാറ്റിയെടുക്കുമെന്നും ലോകത്തിനായുള്ള ഒരു ദേശീയ പാക്കേജാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഡൽഹിയിൽ കൃഷി ഭവനിലെത്തിയാണ് ജോർജ് കുര്യൻ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ പാസാക്കിയ രീതി മോദി ശൈലിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ വിമർശിച്ചു. ബില്ലിൽ സർക്കാർ അനാവശ്യ ധൃതി കാട്ടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗുരുതരമായ ചട്ടലംഘനമെന്ന് മുസ്ലിം ലീഗും വിമർശിച്ചു. എന്നാൽ 2020 പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കേട്ട് പാസാക്കിയ ബില്ലാണെന്നും അപ്പോൾ എതിർത്തിരുന്നുവെങ്കിൽ സർക്കാർ ബിൽ പാസാക്കില്ലായിരുന്നുവെന്നും മന്ത്രി എം.ബി. രാജേഷ് മറുപടി പറഞ്ഞു. മലബാർ ജില്ലകളിൽ +1 സീറ്റിൻ്റെ ലഭ്യതക്കുറവ് മൂലം SSLC പാസ്സായ 10,000-കണക്കിന് കുട്ടികളുടെ ഉപരിപഠനം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 8 വർഷം കൊണ്ട് 1000 ബാർ അനുവദിച്ച സർക്കാർ ഒരു പുതിയ +1 സീറ്റ് പോലും അനുവദിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. എന്നാൽ അൺഎയ്ഡഡ് സ്കൂളുകളും VHSC പോളിടെക്നിക് സീറ്റുകളുമടക്കം ചേർത്താണ് സീറ്റ് ഉണ്ടെന്ന വാദം മന്ത്രി ഉയർത്തുന്നതെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്ന N ഷംസുദ്ദീൻ MLA ആരോപിച്ചു. ലോക കേരള സഭ ഉദ്ഘാടനത്തിനുള്ള ക്ഷണം നിരസിച്ചതിൽ വിശദീകരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കഴിഞ്ഞ 3 തവണ പരിപാടിക്ക് വിളിച്ചിട്ടില്ലെന്നും എന്നോട് ചെയ്തത് എല്ലാം എൻ്റെ മനസ്സിലുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. അക്രമത്തിൻ്റെയും ബോംബിൻ്റെയും സംസ്കാരത്തെ തിരസ്കരിച്ച കണ്ണൂരിലെ ജനങ്ങളെ താൻ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേര് രാജി ചോദിച്ചു വരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിങ്ങൾ ജയിച്ചതിലൊന്നും വേവലാതിയില്ലെന്നും വേവലാതിയുള്ളത് BJP എങ്ങനെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ളതിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മഹാവിജയം നേടിയ UDFന് എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നും പരിശോധിക്കണമെന്നും വിജയത്തിൽ വല്ലാതെ അഹങ്കരിക്കരുതെന്നും പിണറായി വിജയൻ പ്രതിപക്ഷത്തോട് പറഞ്ഞു. പലയിടത്തും നിങ്ങൾക്ക് ഒപ്പം നിന്ന ശക്തികൾ തൃശ്ശൂരിൽ നിങ്ങൾക്കൊപ്പം നിന്നില്ലെന്നും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. CPIയുടെ ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് LDFൻ്റെ വൻ തോൽവിക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ എറണാകുളത്തെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം. സർക്കാരിനെതിരെയുള്ള വികാരമാണ് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചതെന്നും ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെ കനത്ത തോൽവിക്ക് കാരണമായെന്നും ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നു. കേരളത്തിൽ ആഞ്ഞുവീശിയത് പിണറായി വിരുദ്ധ തരംഗമെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. പിണറായിക്ക് കൂടിയുള്ള താക്കീതാണ് തെരഞ്ഞെടുപ്പ് ഫലം. ധാർമ്മികത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായിയെ CPM മാറ്റണം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ തുടർന്നാൽ സംഭവിക്കാൻ പോകുന്നത് CPMൻ്റെ അന്ത്യമാകുമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ പാസാക്കിയത് പ്രതിപക്ഷവുമായി ആലോചിക്കാതെയാണെന്നും കേരള നിയമസഭയിൽ മോദി ശൈലി അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. അസാധ്യം എന്ന് കരുതിയതിനെ സാധ്യമാക്കിയതിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസ് MLA PC വിഷ്ണുനാഥ്. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ മുതൽ കാശ്മീരിൽ ഉമർ അബ്ദുള്ള വരെയുള്ള നേതാക്കൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ രാഹുലിനോടൊപ്പം നടന്നു. എന്നാൽ BJP വിളിച്ച പരിഹാസപ്പേര് വിളിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായതെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. ചുമരെഴുത്ത് വായിച്ച് അഹങ്കാരം മാറ്റിവെച്ച് ഇനിയെങ്കിലും തിരുത്തിന് തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചു. സിനിമയുടെ ഒരു നിർമ്മാതാവ് ഷോൺ ആൻ്റണിയെ ED ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന് ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി. സിനിമയ്ക്ക് 7 കോടി രൂപ മുടക്കിയ വ്യക്തിക്ക് 250 കോടി രൂപ ലാഭമുണ്ടാക്കിയിട്ട് മുടക്കുമുതൽ പോലും നൽകിയില്ലെന്നായിരുന്നു പരാതി.
നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെയുള്ള ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പാണെന്ന്, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് നിയോജകമണ്ഡലം MLA സ്ഥാനം ഷാഫി പറമ്പിൽ രാജിവെച്ചു. പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ നിയമസഭയിലെ അനുഭവം കരുത്താകുമെന്ന് സ്പീക്കർ AN ഷംസീറിൻ്റെ ഓഫീസ് നേരിട്ടെത്തി രാജി സമർപ്പിച്ച ശേഷം ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. പോയി തോറ്റിട്ടുക എന്ന് പറഞ്ഞല്ല പാലക്കാട്ടുകാർ തന്നെ വടകരയ്ക്ക് അയച്ചതെന്നും ഉപതെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ ബോധ്യം പാലക്കാട്ടുകാർക്കുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. KSRTC ബസ്സുകളിൽ ഡെസ്റ്റിനേഷൻ നമ്പറിംഗ് സിസ്റ്റം നടപ്പാക്കുമെന്ന് KSRTC MD പറഞ്ഞു. ഭാഷാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സ്ഥലനാമങ്ങളുമായി ബന്ധപ്പെട്ട സംവേദനക്ഷമത കുറയ്ക്കുന്നതിനുമായി അക്കങ്ങൾ ഉൾപ്പെടുത്തിയ സ്ഥലനാമ ബോർഡുകൾ തയ്യാറാക്കുകയാണെന്ന് KSRTC അറിയിച്ചു. യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും വളരെ എളുപ്പത്തിൽ സ്ഥലനാമങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഡെസ്റ്റിനേഷൻ ബോർഡുകളിൽ സ്ഥലനാമ നമ്പർ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും KSRTC അറിയിച്ചു. ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചപ്പനികൾക്കെതിരെ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, മറ്റ് അനുബന്ധ രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ്ക്, സാമൂഹിക അകലം, കൈകളുടെ ശുചിത്വം തുടങ്ങിയവ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളുടെ ഇൻഫ്ലുവൻസ, ജലദോഷം, ചുമ എന്നിവയെ പ്രതിരോധിക്കാനാകും. സ്വയം ചികിത്സ പാടില്ലെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ. രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിയട്ടെയെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃത്രീയൻ കത്തോലിക്ക ബാവ ആശംസിച്ചു. സർക്കാർ ജീവനക്കാർക്ക് സായാഹ്ന പാർട്ട് ടൈം വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ജീവനക്കാർ പഠിക്കാൻ താൽപ്പര്യപ്പെടുന്ന കോഴ്സ് തുടങ്ങുന്നതിന് 2 മാസം മുൻപായി വകുപ്പ് മേധാവിക്ക് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ അപേക്ഷയിന്മേൽ വകുപ്പ് മേധാവി തീരുമാനമെടുക്കണം. ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി 30 കിലോമീറ്റർ ദൂരത്തിനകത്തുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ ഉപരിപഠനം നടത്തുന്നതിന് അനുമതി നൽകാൻ പാടുള്ളൂ. എന്നാൽ ഇത്തരം കോഴ്സുകളിൽ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ ഓഫീസ് സമയത്തിൽ യാതൊരു ഇളവും അനുവദിക്കില്ലെന്ന് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാകുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.